ഒരു തെങ്ങ് കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്? മലയാളികൾക്ക് ഇത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു തെങ്ങ് കൊണ്ട് ദാ ഇങ്ങനെയും കാര്യങ്ങളുണ്ട്. ഒരു വൈദ്യുതി പോസ്റ്റ് കടപുഴകി വിടാതിരിക്കാനായി ആ വൈദ്യുതി പോസ്റ്റ് പിടിച്ച് കെട്ടിയിരിക്കുന്നത് ഈ തെങ്ങിലാണ്. അത് കയറുകൊണ്ടും കെട്ടിയിട്ടുണ്ട്, ഒപ്പം തന്നെ കമ്പി കൊണ്ടും കെട്ടിയിട്ടുണ്ട്. പത്തനംതിട്ട കോന്നി ചിറ്റൂർമുക്ക് കോട്ടപ്പാറ എന്ന സ്ഥലത്താണ് ഇങ്ങനെയൊരു വിദ്യ KSEB ജീവനക്കാർ വെച്ചിരിക്കുന്നത്. ഈ വൈദ്യുതി പോസ്റ്റ് കൂടി ഇനി പ്രേക്ഷകരെ കാണിച്ചു തരാം. ഈ വൈദ്യുതി പോസ്റ്റ് കാലങ്ങളായി ചരിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയാണ്. നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് KSEB ജീവനക്കാർ ഇവിടെ എത്തി ഈ വൈദ്യുതി പോസ്റ്റിന് സമീപത്തെ ആ ഒരു തെങ്ങിൽ കമ്പിയും കയറും ഉപയോഗിച്ച് ഇത് കെട്ടിയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 29-നാണ് ഈ വൈദ്യുതി പോസ്റ്റ് ചരിഞ്ഞത്. ഇതിൻ്റെ അടിവശം കൂടി നമുക്ക് കാണാം. ഇതൊരു ചെറിയ കോൺക്രീറ്റ് റോഡാണ്. ആ കോൺക്രീറ്റ് റോഡിൻ്റെ ഒരു അരികിലാണ് ഈ വൈദ്യുതി പോസ്റ്റിൻ്റെ അടിവശമുള്ളത്. അത് ഇവിടെ നിന്നും ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം ചരിഞ്ഞിരിക്കുകയാണ്. ഇത് ഈ കോൺക്രീറ്റ് പാളിയിൽ തട്ടിയാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് നാട്ടുകാർ ഇത് പരാജയപ്പെട്ടത്. അന്ന് ഇങ്ങനെ ഇത് ചരിഞ്ഞതിന് ശേഷം 3 ആഴ്ചയോളം കറണ്ടില്ലായിരുന്നു. പിന്നീട് 2 ആഴ്ച മുമ്പാണ് KSEB ജീവനക്കാർ ഇവിടെ വന്ന് സമീപത്തെ തെങ്ങിൽ ഇങ്ങനെ ഈ വൈദ്യുതി പോസ്റ്റ് വലിച്ചു കെട്ടിയത്. ഇതിന് സമീപത്ത് തന്നെ ഒരു അംഗൻവാടി കൂടിയുണ്ട്. അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരവസ്ഥ. ഈ വൈദ്യുതി പോസ്റ്റ് എങ്ങാനും താഴേക്ക് വീഴുകയാണെങ്കിൽ അത് ഇവിടെയൊക്കെ പരിസരത്തൊക്കെ കുട്ടികളുണ്ട്. അത് മാത്രമല്ല ഈ ചെറിയൊരു റോഡ് കൂടിയുണ്ട്. ആ റോഡിലൂടെയൊക്കെ എപ്പോഴും സഞ്ചാരമുള്ളതാണ്. അങ്ങനെ ഏത് നിമിഷവും ഒരു അപകടം പറ്റാവുന്നൊരവസ്ഥ. പക്ഷേ KSEBയുടെ ഒരു ആത്മവിശ്വാസം ഈ കയറിലും കമ്പിയിലും ഈ വൈദ്യുതി പോസ്റ്റ് നിൽക്കുമെന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുമോ ഇത്? പിറ്റേന്ന് നേരം വിളക്കുമ്പം വന്ന് അന്നേരം ഞാൻ പറഞ്ഞു കെട്ടാനൊക്കത്തില്ലെന്ന് പറഞ്ഞ് രാവിലെ തന്നെ അഴിച്ച് മാറ്റാമെന്നും പറഞ്ഞാൽ അവിടെ കെട്ടിയേച്ച് പോയത്. കയറാരാ കൊടുത്തത്? അവർ തന്നെയാണ് വടം കൊണ്ടുവന്ന് പിറ്റേന്ന് രാവിലെ വന്നപ്പം എന്നോട് പറഞ്ഞു നമ്മുടെ സ്റ്റേ കമ്പി തോന്നില്ല അവിടെ കുഴിച്ചിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പെരയില്ലാതെ കിടക്കുക, ഞങ്ങൾക്ക് എപ്പോഴായാലും ഒരു പെര വെക്കണം, അതുകൊണ്ട് സൈഡിൽ മാറ്റിയിടാൻ പറഞ്ഞു. അങ്ങനെ അവർക്കൊക്കത്തില്ല, അവർക്ക് അപ്പം അവിടെ തന്നെ ഇടണമെന്ന് പറഞ്ഞ് അവർ പോയ പോക്കാം. പിന്നെ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. ധാരാളം കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു അംഗൻവാടിയല്ലേ ഇത്? അതിൻ്റെ സമീപത്താണ് ഇതിങ്ങനെ ഈ കയറും കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടിരിക്കുന്നത്. അംഗൻവാടി ഉള്ളതാ, ഇതിലെപ്പോഴും ആൾക്കാർ പോകുന്നതാ, വണ്ടി പോകുന്നതാ, വാഹനങ്ങൾ പോകുന്നത്. ഞങ്ങൾ പേടിച്ചാൽ ഇതിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നടക്കുന്നത്. പേടിയുണ്ടല്ലേ? ഉണ്ട് സാറേ, ഉണ്ട്. ഇവിടേക്കാണ് വന്നിരിക്കുന്നത് വൈകിട്ട് 4 മണിയാകുമ്പോൾ ഇവിടെ വന്നിരിക്കണം, 6 മണിയാകുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് പോകും. കമ്പിയെയും കയറിനെ മാത്രം വിശ്വസിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാനൊക്കെ സാറേ, ഇരിക്കണ്ടേ, അത്രയേ ഉള്ളൂ. അതിന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്ട് ഒരു 1-2 മണിക്കൂർ സമയം ഇവിടെ ഇരിക്കുക. ഇവിടെ ഒരു സൗകര്യമുണ്ട്, ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഈ പോസ്റ്റിന് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഭയമാണ്. നമ്മുടെ കണ്ണെപ്പോഴും ഈ പോസ്റ്റിലാണ് ഉള്ള സത്യം. അത് നോട്ടോ ഈ പോസ്റ്റാണ്. ഈ പോസ്റ്റ് മറിഞ്ഞാൽ എത്ര വീട്ടുകാർക്ക് അതിൻ്റെ ദോഷം എന്നറിയാമോ? അതിനു വേണ്ടിയാണ് ഇത് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവരോട് കഞ്ചി പറയുന്ന പോലെ പറഞ്ഞതാണ്. ഈ KSEBയുടെ കയ്യിൽ പണമില്ലേ ഒരു വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കാൻ? അതോ നാട്ടുകാർ തന്നെ ഇത് മാറ്റിയിടണമെന്നാണ് പറയുന്നത്? എന്താ അവർ പറയുന്നത്? അവർ അടുത്തുള്ള വീട്ടുകാരോട് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ അവർ നമ്മൾ പൈസ മുടക്കിയിട്ട് ഇത് ചെയ്യണമെന്നാണ്. ഇത് സ്ഥാപിച്ചതിപ്പോൾ എങ്ങനെയായിരുന്നു? സ്ഥാപിച്ചപ്പോൾ ഇത് വളരെ കാലം മുമ്പ് ഈ കറണ്ട് വരുന്ന കാലത്ത് നാട്ടിയ തൂണാണ്. ഇപ്പോൾ ഏകദേശം 2 മാസമായിട്ട് ഇതിപ്പോൾ ചരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ഇത് അംഗൻവാടിയുണ്ട്, പിന്നെ അടുത്ത് സഞ്ചാരയോഗ്യമായ ഒരു റോഡുണ്ട്. അതുകൊണ്ട് ഈ അടുത്തിടെയും ഇവിടെ എല്ലാവരും വന്നപ്പോഴും ഇങ്ങനെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അവരൊന്നും ഇതുവരെ ചെയ്തില്ല, ഇങ്ങനെ കയറിട്ട് കെട്ടിയിട്ട് പോയി. KSEBക്കാർ പറഞ്ഞത് പണം നാട്ടുകാർ തന്നെ മുടക്കണമെന്നാണോ പോസ്റ്റിന് വേണ്ടി? KSEB നാട്ടുകാർ തന്നെ പണം മുടക്കിയാലേ ഇത് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുമല്ല, ഇതിൻ്റെ മണ്ടയ്ക്ക് കിടന്നപ്പോഴും തന്നെ മരം ഒടിഞ്ഞ് വീണ് കിടന്നപ്പോഴേ തന്നെ അവരോട് മാറ്റാൻ പറഞ്ഞാണ് പറഞ്ഞത്, നിങ്ങൾ വെട്ടി മാറ്റി തരാമെങ്കിൽ ഞങ്ങൾ ഇത് വലിച്ച് കെട്ടിത്തരാമെന്ന്. അങ്ങനെ ഇത് മാറ്റി കൊടുത്തു കഴിഞ്ഞാണ് ഇത് ഇങ്ങനെ ഒരു അവസ്ഥയാക്കി തന്നത്, കെട്ടിത്തന്നത്. അതുമല്ലേ ഞങ്ങൾ അന്ന് വിളിച്ചു പറയുകയും ചെയ്തു, അംഗൻവാടിയുണ്ട്, പിള്ളേരുണ്ട്, എന്നിട്ട് പോലും അവരാണെങ്കില്ല, അവർ പറയുന്ന ആളില്ല, ചെയ്യാൻ ആളില്ല. വന്നിട്ട് പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിടയ്ക്കാണ് വന്നത്. ഈ അംഗൻവാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവർ വന്നില്ല. വരാതെ വന്നിട്ട് നമ്മൾ ഈ മരം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അത് എടുത്തുകൊണ്ട് റെഡിയാക്കി തന്നത്. ഈ ചെറിയ വഴിയിൽ കൂടി വാഹനത്തിൽ വരുമ്പോൾ, ഈ ഭാഗത്ത് വരുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഈ ഒരു പോസ്റ്റ് വരുമല്ലോ, ഓടി വരും. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് നിൽക്കുന്ന ഒരാളാണ്. ഇവിടെ കുട്ടികളാണ്, ചേട്ടൻ കാണുന്നതാണല്ലോ, ഇവിടെ കുട്ടികളാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഏത് നിമിഷവും ഏത് രീതിയിലുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു കയറിലാണ് ഇത് കെട്ടിക്കുന്നത്. ലോജിക്കൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിത് പറയാന്നല്ലാതെ എന്താ ചെയ്യേണ്ടത്? അവരെ കൊണ്ടുവന്ന് അവരുടെ അടുത്ത് നല്ല പിന്നെ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ തന്നെ നാട്ടുകാരെല്ലാം കൂടെ പിരിവ് ചെയ്തിട്ട് പുതിയത് ഞങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. ഇത്രയും രൂപ ഒരു ദിവസം കറണ്ട് കട്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഉണ്ടെങ്കിൽ അവർ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകുന്ന ആളുകൾ. ഞങ്ങളുടെ ജീവനും സ്വത്തിനും, അതുപോലെ ഇവിടെ ഉള്ള നമ്മൾ പറഞ്ഞല്ലോ, ഭരണസമിതിയുണ്ട്, ഒരു പഞ്ചായത്തുണ്ട്, ഒരു മെമ്പറുണ്ട്, അവർക്കൊക്കെ അവിടെ പോയി സംസാരിച്ചിട്ട് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഒരു മെമ്പറിൻ്റെ വീടിനടുത്ത് തന്നെയുള്ള സ്ഥലമാണ്.
യഥാർത്ഥത്തിൽ വൈദ്യുതി വകുപ്പിന് തന്നെ നാണക്കേടാണ് ഈ കാഴ്ച. കണ്ണുള്ളവർ ഇത് കാണണം. അധികാരികൾ എത്രയും വേഗം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഏത് നിമിഷവും നിലംപൊത്താവുന്ന ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റ് അത് മാറ്റി പുതിയത് സ്ഥാപിക്കാനുള്ള നടപടിയാണ് എടുക്കേണ്ടത്. ഈ കയറിനെയും കമ്പിയെയും ഒന്നും ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.